So first of all, we are going to study about the wireless transmission using radio waves. Radio waves are used for multicast communications such as radio and television and paging systems. Radio waves സാധാരണ റേഡിയോ ടെലിവിഷൻ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്, കമ്പ്യൂട്ടർ മാത്രമല്ല എനി ടൈപ്പ് ഓഫ് ഡാറ്റ, അതാണ് ട്രാൻസ്മിഷൻ മീഡിയയിൽ നമ്മൾ പഠിക്കുന്നത്. അതും കൂടെ മെൻഷൻ ചെയ്താൽ പോകുന്നത്. They can penetrate through walls. റേഡിയോ വേവ്സിൻ്റെ പ്രത്യേകത, ഇപ്പം വാൾസ് ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന റേഡിയോ വേവ്സ് വാൾസ് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട്. ഹൈലി റെഗുലേറ്റഡ് ആണ്. യൂസ് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിനാസ്. അതായത് നമുക്ക് റേഡിയോ വേവ്സ് ഉത്ഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും, ഒമ്നി ഡയറക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു യൂണി ഡയറക്ഷനിലല്ല, ഈ സർവ്വവ്യാപി എന്ന് പറയുന്നതിനെയാണ് ഒമ്നി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ. ആ സോഴ്സിൽ നിന്ന് പോകുന്നത് കൊണ്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസിനുള്ളിൽ റിസീവിങ് ആൻറ്റിന ഉണ്ടെങ്കിൽ ഈ ഹൈലി റെഗുലേറ്റ് ചെയ്ത് പോകുന്ന റേഡിയോ വേവ്സ് അക്സെപ്റ്റ് ചെയ്ത് അതിനകത്ത് ഡാറ്റ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി ഒറിജിനൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടാവുന്നതാണ് റേഡിയോ വേവ്സിൻ്റെ. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ആൻറ്റിനയുടെ കാണിച്ചിരിക്കുന്നതുണ്ടോ, ആ പോയിന്റിൽ നിന്ന് റേഡിയോ വേവ്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പോവുക സർവ്വവ്യാപിയായിട്ട്. അതിനെയാണ് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിന എന്ന് പറയുന്നത്. ഇനി മൈക്രോവേവ് ആണെങ്കിൽ, മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഫോർ യൂണികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ such as cellular phones, satellite network, wireless LANs. ഇപ്പോൾ സാധാരണ രീതിയിൽ മൈക്രോവേവ്സ് ഉപയോഗിച്ചാണ് സെല്ലുലാർ ടെലിഫോൺ, മൊബൈൽ നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് റേഡിയോ, വയർലെസ് ലാൻസ്, ഇതിൻ്റെ എല്ലാം മൈക്രോവേവിൻ്റെ ഒരു വകഭേദത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് എന്തിനുപയോഗിക്കുന്നത്, സിഗ്നൽസ് ഡാറ്റ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഹയർ ഫ്രീക്വൻസി റേഞ്ചസ് കനോട്ട് പെനിട്രേറ്റ് വാൾസ്. ഫ്രീക്വൻസി കൂടും തോറും മൈക്രോവേവിന് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പാടാണ്. അതാണ് ലൈൻ ഓഫ് സൈറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ലൈൻ ഓഫ് സൈറ്റിന് ഹൈ ഫ്രീക്വൻസി ഉപയോഗിക്കുമ്പോൾ ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യും. എന്നാൽ ലോവർ മൈക്രോവേവ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പെനിട്രേറ്റ് ചെയ്യാം. യൂസ് ഡയറക്ഷണൽ ആൻറ്റിനാസ്, പോയിന്റ് ടു പോയിന്റ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്ഷണൽ ആൻറ്റിന ആവശ്യമാണ് പോയിന്റ് ടു പോയിന്റ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ. ഒരു ആൻറ്റിന മറ്റൊരു ആൻറ്റിനയെ മുഖത്തോട് മുഖം കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അയക്കുന്ന സിഗ്നൽസിന് ഡയറക്റ്റ് ആയിട്ട് വന്ന് റിസീവ് ചെയ്യണം. ഇനി പലതരം ആൻറ്റിനാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഡിഷ് ആൻറ്റിന കണ്ടില്ലേ, ഡിഷ് ആൻറ്റിന ഉപയോഗിച്ച് നമുക്ക് വരുന്ന മൈക്രോവേവ് സിഗ്നൽസിനെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കണ്ടില്ലേ. നമ്മൾ സാധാരണ ഡിഷിനകത്ത് ആ ഡിഷിൻ്റെ നടുക്കാണല്ലോ ഒരു ബൂസ്റ്റർ, അഥവാ ആ റിസീവിങ് കമ്പോണൻറ്റ് വെക്കുന്നത് നമ്മൾ ഡിഷ് ആൻറ്റിനയൊക്കെ വെക്കുന്ന സമയത്ത്. ഇതാണ് കാരണം നമ്മളുടെ ആ ഡിഷിലേക്ക് വന്ന് വീഴുന്ന മൈക്രോവേവ് ആ കർവേച്ചർ കാരണം അത് റിഫ്ലക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യും. ആ ഫോക്കസ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിസീവർ വെച്ചിരിക്കുന്നത്. ഇനി ഹോൺ ആൻറ്റിനയുടെ പ്രത്യേകത നോക്കിയേ. ഹോൺ ആൻറ്റിന ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്ന ഒരു ആൻറ്റിനയാണ്. അപ്പം ഉദാഹരണത്തിന് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് സിഗ്നൽസ് ഇങ്ങനെ വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോൺ ആൻറ്റിന. നമ്മൾ കൂടുതലും ഡിഷ് ആൻറ്റിനാസ് ആണ് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൻറ്റിനാസ് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി മൂന്നാമത്തെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സിഗ്നൽസ് ആണ്. ഇൻഫ്രാറെഡ് സിഗ്നൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലോസ്ഡ് ഏരിയ യൂസിങ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. മറ്റൊരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ യൂസിങ് വയർലെസ് ഈസ് ബൈ ഇൻഫ്രാറെഡ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിമോട്ടാണ്. നിങ്ങളുടെ ടി വിയും നിങ്ങളുടെ റിമോട്ടും തമ്മിൽ ഇൻഫ്രാറെഡ് റേസ് ആണ് അയക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് ഒരുപാട് ദൂരത്തൊന്നും കൊണ്ട് ചെന്നിട്ട് ടി വിയെ കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ടി വിയുടെ മുന്നിൽ വന്ന് റിമോട്ട് വെച്ച് നമ്മൾ ചെയ്യണം. പക്ഷെ ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ലൈൻ ഓഫ് സൈറ്റ്, അതിൻ്റെ റിസീവറും ഇതും തമ്മിൽ ലൈൻ ഓഫ് സൈറ്റിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് റിമോട്ട് വെച്ച് കൈകാര്യം ചെയ്യാൻ ഒക്കെയുള്ളൂ. സോ വയർലെസ് ചാനൽസ് ആർ സബ്ജക്റ്റ് ടു ലോഡ് മോർ എറേഴ്സ് ദാൻ ഗൈഡഡ് മീഡിയ ചാനൽസ്. ഇപ്പോൾ ഗൈഡഡും അൺഗൈഡഡും ആയിട്ടൊരു കമ്പാരിസൺ നോക്കുമ്പോൾ വയർലെസ് ചാനൽസിന് എറേഴ്സ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം സർവ്വവ്യാപിയായിട്ടും ഒക്കെ പോവുകയാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡിഷ് ആൻറ്റിന വെച്ച് ടി വി കാണുന്നവർ ഈ മഴമേഘങ്ങളോ അല്ലെങ്കിൽ വളരെ കൂടുതൽ റെയിനൊക്കെ വരുന്ന സമയത്താകുമ്പോൾ നിങ്ങളുടെ സിഗ്നൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. വയേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ മാത്രം ഒരു പ്രത്യേക ബൗണ്ടഡ് ഏരിയ കൂടെ സിഗ്നൽ വരുന്നതുകൊണ്ട് കേബിളിലൂടെ ടി വി കാണുമ്പോൾ അത് ഒബ്സ്റ്റക്കിൾസ് വരാനുള്ള ചാൻസ് കുറവാണ്. ഇൻ്റർഫിയറൻസ് ഈസ് വൺ ഓഫ് ദ കോസ് ഓഫ് errors and can be circumvented with high SNR.
അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫിയറൻസ് പരമാവധി നമുക്ക് ഒരു ഹൈ SNR എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് കുറയ്ക്കാനൊക്കും. ഓക്കെ, ഹയർ ദ SNR the less capacity is available for transmission due to broadcast nature of the channel. The channel also subject to fading and no coverage holes. ഇത്രയാണ് ഓർത്തിരിക്കേണ്ടത്.